നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്നതാണ് CPM സമ്മേളന പ്രക്രിയയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാകും. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല പാർട്ടി ചർച്ച ചെയ്യുന്നതെന്നും സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ലെന്നും MV ഗോവിന്ദൻ. CPIM തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് തോലനൂർ സ്വദേശി ചന്ദ്രിക. ഭർത്താവ് രാജൻ പരിക്കുകളോടെ ആശുപത്രിയിൽ. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ വഴക്കെന്ന് പോലീസ്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് മാതൃകാപരമെന്ന് മന്ത്രി MP രാജേഷ്. കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ നീക്കമുള്ളതിന്റെ ദുസ്സൂചനയുണ്ടെന്നും മന്ത്രി. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ്. തൃശൂരിൽ കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പഴയ പോലുള്ള ഗ്രൂപ്പിസം ഇപ്പോൾ ഇല്ല. ജോസഫ് ടാജറ്റിനെ DCC പ്രസിഡന്റായി നിയമിച്ചതിനെ സ്വാഗതം ചെയ്ത് തൃശൂരിലെ K മുരളീധരൻ അനുകൂലികൾ. പേര് നിർദ്ദേശിച്ചത് K മുരളീധരൻ എന്ന് സജീവൻ കുര്യച്ചിറ. ആഘോഷനിറവിൽ പട്ടാമ്പി നഗരം. ദേശത്തിന്റെ ആഹ്ലാദോത്സവമായ നേർച്ചയ്ക്ക് ആവേശ കൊടിയേറ്റം. ഗജസംഗമം ഘോഷയാത്ര തുടങ്ങി. ഷൊർണൂർ, കുളപ്പുള്ളി, പറക്കുട്ടിക്കാവ് പൂരം വർണ്ണാഭം. വാർത്തകൾ വിശദമായി. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ളതാണ് CPM സമ്മേളന പ്രക്രിയ. സമ്മേളനത്തിൽ വിമർശനമുണ്ടായെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല CPM ചർച്ച ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനത്തെ പറ്റി അവതരിപ്പിച്ചു. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ ഇന്ത്യയെയും അതിന്റെ ഭാഗമായിട്ടും കേരളത്തെയും ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലക്കാലം നടത്തിയ പ്രവർത്തനത്തെ സ്വയം വിമർശനപരമായി പരിശോധിച്ച് പഴയതും പുതിയതുമായ ഒരു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് ഭരണഘടനാപരമായ ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടിയുള്ള സമ്മേളനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്യമം. CPIM തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് തുടങ്ങി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 434 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കുന്നംകുളം ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 392 പ്രതിനിധികളും ഉൾപ്പെടെ 434 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. തലമുറ മാറ്റവും നേതൃമാറ്റവും ഇത്തവണ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും മുൻനിർത്തി നിലവിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനികൾ മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CITU നേതാവുമായ UP ജോസഫും ഗുരുവായൂർ മുൻ MLA KV അബ്ദുൽ ഖാദറുമാണ്. അതേസമയം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നും പാർട്ടി കോണുകളിൽ അടക്കം പറച്ചിലുണ്ട്. സംഘടനാ റിപ്പോർട്ടിലും അതിന്മേലുള്ള ചർച്ചയിലും ജില്ലയിൽ വിഷയങ്ങളേറെയാണ്. കരുവന്നൂർ, കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിനൊടുവിൽ ഫെബ്രുവരി 10 പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരും. യുവത്വത്തിന് പ്രാധാന്യമുള്ള പുതിയ കമ്മിറ്റിയാകും നിലവിൽ വരിക എന്ന് ജില്ലാ നേതാക്കൾ തന്നെ സൂചന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്ട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. പരിക്കേറ്റ നിലയിൽ ഭർത്താവും ആശുപത്രിയിൽ. തോലനൂർ സ്വദേശി ചന്ദ്രികയെയാണ് ഭർത്താവ് രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. പാലക്കാട് ഉപ്പുംപാടത്താണ് സംഭവം. കുടുംബ വഴക്കിനിടെയാണ് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നത്. പാലക്കാട് ഉപ്പുംപാടത്താണ് സംഭവം. തോലനൂർ സ്വദേശി ചന്ദ്രികയെയാണ് ഭർത്താവ് രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. രാജനെയും പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. കുടുംബ വഴക്കിനിടെയാണ് ആക്രമണമുണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം.
രാജന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. അതേസമയം രാജന്റെ ശരീരത്തിലും കുത്തേറ്റ മുറിവുകളുണ്ട്. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ സ്വയം മുറിവേൽപ്പിച്ചതാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. എന്നാൽ കേന്ദ്ര ബജറ്റിൽ വിഹിതം കൂട്ടാതെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മുഴുവൻ പഞ്ചായത്ത് തലത്തിൽ ഈ സോഷ്യൽ ഓഡിറ്റ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അതിന് ആ മികവിന് നമുക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ മുമ്പിലുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിന്റെ 9 മാനദണ്ഡങ്ങൾ എടുത്താൽ 4 എണ്ണത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളമാണ്. ബാക്കി 5 എണ്ണത്തിൽ രണ്ടാമതാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ തൊഴിലുറപ്പ് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്നു ഈ നിയമം അനുസരിച്ചെന്ന് മാത്രമല്ല, തൊഴിലുറപ്പിനെ നമ്മൾ വിപുലമാക്കുകയും ചെയ്യും. ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് വിപുലമാക്കും. അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? 100 ദിവസം തൊഴിൽ നൽകണം എന്നതാണ് ഇതിന്റെ വ്യവസ്ഥ. ഏറ്റവും കൂടുതൽ ആൾക്ക് 100 ദിവസം തൊഴിൽ രാജ്യത്ത് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നാൽ ട്രൈബൽ മേഖലയിൽ CDPO ഉഷ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺമാർ, ആസൂത്രണ സമിതി ഭാരവാഹികൾ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂരിൽ പഴയതുപോലുള്ള ഗ്രൂപ്പിസം ഇപ്പോൾ ഇല്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചത് തൃശൂരിലേക്ക് മുരളീധരൻ അനുകൂലികൾ സ്വാഗതം ചെയ്തു. മുകൾ തട്ടിലെ മുതിർന്ന നേതാവ് മുതൽ താഴെത്തട്ടിലെ പ്രവർത്തകരെ വരെ കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനമാകും തന്റേതെന്ന് പുതിയ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മടങ്ങിവരും. കോൺഗ്രസിന്റെ വോട്ട് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹം സാധ്യമാകുമെന്നും തൃശൂരിൽ പഴയതുപോലുള്ള ഗ്രൂപ്പിസം ഇപ്പോഴില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നിലവിലെ പ്രതിസന്ധികൾ മറികടക്കും. സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്തിയാകും മുന്നോട്ടുള്ള പ്രവർത്തനം. അല്ല, ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ എന്നും പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണ്. അവരെല്ലാവരും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് തന്നെയാണ്. കുറച്ച് നാളുകളായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് താഴെത്തട്ടിലുള്ളവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക, ആരെയും ഇതിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ എല്ലാവരെയും ക്ഷമയോടെ കേൾക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് പ്രഥമ മുൻഗണന. അവരൊക്കെ വലിയ അധികാരന്മാരായിരുന്നു. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സാധാരണ ഒരു പ്രവർത്തകൻ മാത്രമാണ്. പക്ഷേ അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച ഞാൻ 11 അല്ലെങ്കിൽ 12 DCC പ്രസിഡന്റുമാരുടെ ഒപ്പം ഭാരവാഹിയായിരുന്നു. 10 വർഷമായ DCC വൈസ് പ്രസിഡന്റ് കൂടെയാണ്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ അവരെ കണ്ട് മനസ്സിലാക്കാനും എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇതിനൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. അതുമായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തന്നെയാണ്. കോൺഗ്രസിന്റെ പഴയകാല പ്രതാപം തൃശൂരിൽ വീണ്ടെടുക്കുമെന്നും ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതിനിടെ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്ത് തൃശൂരിലെ മുരളീധരൻ അനുകൂലികൾ രംഗത്ത് വന്നു. ജോസഫ് ടാജറ്റിനെ നോമിനേറ്റ് ചെയ്തത് K മുരളീധരനാണെന്ന് മുരളീധര വിഭാഗം നേതാക്കൾ അവകാശപ്പെട്ടു. ടാജറ്റ് സർവസമ്മതനായ നേതാവാണെന്ന് കോൺഗ്രസ് നേതാവ് സജീവൻ കുരിയച്ചിറ പ്രതികരിച്ചു. ഇത്രയേറെ നേതാക്കൾ പിന്തുണച്ച് ഒരു DCC പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഇതാദ്യമാണ്. DCCയിലെ സംഘർഷത്തിന്റെ ഭാഗമായി പാർട്ടി തനിക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കുമെന്നും സജീവൻ കുരിയച്ചിറ പറഞ്ഞു.
എല്ലാ ആളുകളും നേതാക്കളുമായിട്ടൊക്കെ അറിഞ്ഞുകൊണ്ടാണ്? അല്ല, എൻ്റെ അറിവിൽ കോൺഗ്രസ്സിൽ എൻ്റെ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ ഇത്രയും ഭംഗിയായി അത് അഖിലേന്ത്യാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ജില്ലാ തലത്തിലായാലും മുഴുവൻ നേതാക്കളുമായി, അതായത് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കളുമായും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തേറമ്പിൽ രാമകൃഷ്ണൻ തുടങ്ങി ഇങ്ങോട്ട് ഉള്ള മുഴുവൻ സീനിയർ നേതാക്കളുമായി AICC ഒരു ആശയവിനിമയം നടത്തി ഒരു പ്രസിഡന്റിനെ വെച്ചത് ആദ്യമായിട്ടാകും. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാവും. വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തൃശ്ശൂർ ജില്ല വീണ്ടും എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഘോഷ നിറവിൽ പട്ടാമ്പി നഗരം. ദേശത്തിന്റെ ആഹ്ലാദോത്സവമായ നേർച്ചയ്ക്ക് രാവിലെ 11:30 കൊടിയേറി. 11:30 മണിയോടെയാണ് പള്ളിക്ക് മുന്നിൽ കൊടിയേറ്റം നടന്നത്. പാരമ്പര്യ അവകാശികളും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളും മുഹമ്മദ് മോസിൻ MLAയും ഘോഷയാത്രയായി എത്തിയാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. ഗജവീരന്മാരുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയിൽ ഉപ ആഘോഷ കമ്മിറ്റികളും പങ്കെടുത്തു. നൂറുകണക്കിന് ആളുകൾ കൊടിയേറ്റ് കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നേർച്ചയുടെ ചരിത്രം വിളിച്ചോതുന്ന നേർച്ച കാഴ്ച ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ പട്ടാമ്പി നേർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേർച്ച കാഴ്ച എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. ഫോട്ടോഗ്രാഫർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ശേഖരത്തിലുള്ള പട്ടാമ്പി നേർച്ചയുടെ 50-ൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയതെന്ന് AKPA മുൻ സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് പട്ടാമ്പി പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി 111ാമത് പട്ടാമ്പി നേർച്ചയുടെ കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഫോട്ടോ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തുള്ളതും കഴിഞ്ഞ വർഷം വരെയുള്ളതുമായ ഒരു 50ഓളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. മേഖലയിലുള്ള ഏകദേശം 6ഓളം ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ മാത്രമാണ്. ഇതിൽ ഏറ്റവും പഴക്കമുള്ള, അതായത് പഴയ കാലത്തുള്ള ഒരു ഫോട്ടോ അടക്കം ഇതിലുണ്ട്. നമ്മുടെ മാതൃഭൂമിയുടെ രവിയേട്ടൻ്റെ ശേഖരത്തിലുള്ള കലാ സ്റ്റുഡിയോയിൽ നിന്ന് അന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. അതടക്കം കഴിഞ്ഞ വർഷം വരെയുള്ള ചില ചിത്രങ്ങളാണ്. നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ജനപ്രതിനിധികൾ, നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. AKPA ഭാരവാഹികളായ സുഭാഷ്, ഹനീഫ, ഗിരീഷ്, ബാബു പ്രണവം, നിതിൻ, സുബി പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ LSS USS മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. മണ്ണേങ്കോട് AUP സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പട്ടാമ്പിയുടെ ആഭിമുഖ്യത്തിൽ LSS USS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി
മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത്. മണ്ണേങ്കോട് AUP സ്കൂളിലായിരുന്നു മാതൃകാ പരീക്ഷ. പട്ടാമ്പി ഉപജില്ലയിലെ LP UP വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു. പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു പൊതുപരീക്ഷയെ നേരിടണമെന്നും അതുപോലെ പൊതുപരീക്ഷ എഴുതുന്നതിനുള്ള ആത്മവിശ്വാസം പകരുന്നതിനും മാതൃകാ പരീക്ഷ സഹായകരമായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. JB സ്കൂളിൽ വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഏത് തലത്തിൽ നമ്മളെ വിദ്യാഭ്യാസത്തെ, കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ പാഠ്യപദ്ധതികളായാലും എന്ത് തന്നെയായാലും ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം DPP വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ട് പഠിക്കുക, കേട്ടുകൊണ്ട് പഠിക്കുക, അല്ലാതെ കാണാപ്പാടം പഠിക്കുക എന്ന ലിസ്റ്റിൽ നമ്മൾ മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് അറിവ് നൽകുന്നതിന് ഏതൊക്കെ തലത്തിൽ ഹൈടെക് രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. K. നിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. രാമകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഹരി, വാർഡംഗം ബാലൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശാന്തകുമാരി, BPC പ്രഭാകരൻ, KP രാമകൃഷ്ണൻ, S. രാധാകൃഷ്ണൻ, MT സൈനുലാബിദ്ദീൻ, VP അലി അക്ബർ, ഇബ്രാഹിം ബാദുഷ, ഫൈസൽ, TT ചന്ദ്രിക, പ്രേമകുമാരി എന്നിവർ സംസാരിച്ചു. BPC പ്രഭാകരൻ മാസ്റ്ററെയും ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിരമിക്കുന്ന അറബിക് അധ്യാപിക ഖദീജയ്ക്ക് യാത്രയയപ്പും ഉപഹാരവും നൽകി. പ്രധാനാധ്യാപിക ഇന്ദു സ്വാഗതവും PK സാജിദ നന്ദിയും പറഞ്ഞു. ഖദീജ ടീച്ചർ മറുപടി പറഞ്ഞു. കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി പള്ളിപ്പുറം CELP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടന്നു. കവിയും അധ്യാപകനുമായ P. രാമൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സമയം കൂടിയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കും. ഇവിടെ മാത്രമല്ല, എന്റെ നാട്ടിലെ കിഴായൂർ ഗവൺമെന്റ് UP സ്കൂളും 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്, 100 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 100 കൊല്ലം മുമ്പ് ഈ ഒരു കാലത്താണ് 1910 ശേഷം 1910-നും 30-നും ഇടയിലാണ് കേരളത്തിലെ ഒരുപാട് വിദ്യാലയങ്ങൾ, LP UP വിദ്യാലയങ്ങൾ, ഇന്ന് കാണുന്ന ഇന്നും നിലനിൽക്കുന്ന വിദ്യാലയങ്ങൾക്ക് വിത്ത് പാകിയത് ആ ഒരു കാലത്താണ്. വിദ്യാലയത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ P. സുധീർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക MR അജിത, PTA പ്രസിഡന്റ് P. ശ്രീജേഷ്, P. രമണി, P. ഭാസ്കരൻ, RV സൗമ്യ, PV രാമൻകുട്ടി, ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര GHSലെ 1977-78 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കുടുംബ സംഗമവും മങ്കരയിൽ നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലിന്റെ ഭാഗമായിട്ട് അത് വെച്ചാണെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, ഈ ടാലന്റ് വളർത്തണം, വളരെയധികം മുന്നോട്ട് ഇനി പോകണം. അത് ദൈവം തന്നിട്ടൊരു സിദ്ധിയാണ് വരയ്ക്കാനും പാട്ട് പാടാനൊക്കെ. അത് അതുപോലെ കൈകാര്യം ചെയ്യാം എന്ന് കുട്ടികൃഷ്ണനോട് ഞാൻ പറയുന്നത്. മുരളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുരളി അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും കവിയും എല്ലാമാണ് എല്ലാവർക്കും അറിയാം. NR രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സൈഫുദ്ദീൻ മങ്കര, കുട്ടികൃഷ്ണൻ മങ്കര, മുരളി മങ്കര എന്നിവർ സംസാരിച്ചു. യോഗ അധ്യാപികയും നാഷണൽ ചാമ്പ്യനുമായ ഡോക്ടർ റീന രവീന്ദ്രൻ, കുട്ടികൃഷ്ണൻ, മുരളി മങ്കര, രമേശ് മങ്കര, ഹരിദാസൻ, ലക്ഷ്മിക്കുട്ടി, KB രാധാകൃഷ്ണൻ എന്നിവരെ മണ്ണൂർ രാജകുമാരനുണ്ണി ആദരിച്ചു. മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ ഗാനാലാപനവും നടന്നു. പൂർവ്വ വിദ്യാർത്ഥി കുട്ടികൃഷ്ണൻ മങ്കര ഒരുക്കിയ ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തോടെയാണ് സംഘവും പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്നതാണ് CPM സമ്മേളന പ്രക്രിയയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാകും. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല പാർട്ടി ചർച്ച ചെയ്യുന്നതെന്നും സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ലെന്നും MV ഗോവിന്ദൻ. CPIM തൃശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് തോലനൂർ സ്വദേശി ചന്ദ്രിക.
ഭർത്താവ് രാജൻ പരിക്കുകളോടെ ആശുപത്രിയിൽ. കൊലപാതകത്തിലേക്ക് നയിച്ചത് കുടുംബ വഴക്കെന്ന് പോലീസ്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് മാതൃകാപരമെന്ന് മന്ത്രി എം പി രാജേഷ്. കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ നീക്കമുള്ളതിന്റെ ദുസ്സൂചനയുണ്ടെന്നും മന്ത്രി. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ്. തൃശൂരിൽ കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പഴയ പോലുള്ള ഗ്രൂപ്പിസം ഇപ്പോൾ ഇല്ല. ജോസഫ് ടാജറ്റിനെ DCC പ്രസിഡന്റായി നിയമിച്ചതിനെ സ്വാഗതം ചെയ്ത് തൃശൂരിലെ കെ മുരളീധരൻ അനുകൂലികൾ. പേര് നിർദ്ദേശിച്ചത് കെ മുരളീധരൻ എന്ന് സജീവൻ കുര്യച്ചിറ. ആഘോഷനിറവിൽ പട്ടാമ്പി നഗരം. ദേശത്തിന്റെ ആഹ്ലാദോത്സവമായ നേർച്ചയ്ക്ക് ആവേശക്കൊടിയേറ്റം. ഗജസംഗമം ഘോഷയാത്ര തുടങ്ങി. ഷൊർണൂർ, കുളപ്പുള്ളി, പറക്കുട്ടിക്കാവ് പൂരം, വർണ്ണാഭം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.